ഉണ്ടായപ്പോൾ ലാലേട്ടനോട് ഒന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞു. ഫാൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഈ മണ്ഡലത്തിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്ക് എൻ്റെ അമ്മമാരുണ്ടടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ തവണയും വോട്ട് ചോദിച്ചിട്ട് അമ്മമാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ തരുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് ചെറുതല്ല, ഒട്ടും ചെറുതായിട്ടുള്ളൊരു ഊർജം അല്ല അത്. ഓരോരുത്തരും ചേർത്ത് പിടിക്കുകയാണ്. ഈ മണ്ഡലത്തിനകത്ത് മുഴുവനും എനിക്ക് ചേർത്ത് പിടിക്കുവാനും എന്നെ ചേർത്ത് പിടിക്കുവാനും പറ്റുന്ന തരത്തിലുള്ള അമ്മമാരുണ്ട്, അല്ലാത്ത പ്രവർത്തകരുണ്ട് എന്ന് പറയുന്നത് ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ, ഒരു മകൻ എന്നുള്ള നിലയിൽ ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, സാധാരണ അറിയാം എല്ലാവരും ഈ സ്ത്രീകളാവുമ്പോൾ പുരുഷന്മാരാവുമ്പോൾ കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് എല്ലാവരും പോവുക. പക്ഷെ അങ്ങനെയല്ല, എന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം എന്ന് പറയുന്ന ഒരു സഹോദര ബന്ധവും ഒരു അവരമ്മമാർക്ക് മകനോടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന 10-12 ദിവസങ്ങൾ കൂടിയുണ്ട്. ആ 10-12 ദിവസങ്ങളിൽ കൂടി ഈ പട നയിക്കുവാൻ പോകുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഝാൻസി റാണിമാരാണ് എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അതാണ് എൻ്റെ ആത്മവിശ്വാസവും അതാണ് എൻ്റെ കരുത്തും എന്ന് പറയുന്നത്. കാരണം അമ്മമാരിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അമ്മമാരിറങ്ങിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ടായാലും പറയും, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് പറയും. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അമ്മമാരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കോട്ടയും തകരാത്ത കോട്ടകളായിട്ട് ഈ മണ്ണിൽ അവശേഷിക്കില്ല. ഏത് ചെങ്കോട്ടയും വീഴുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. കാരണം ഈ പണ്ട് ഈ മുഗൾ ആക്രമണമൊക്കെ നടന്ന് വലിയ തരത്തിൽ ഭാരതം കൂപ്പുകുത്തുന്ന സമയത്ത് ജീജാഭായി എന്ന് പറയുന്ന ഒരമ്മ, ഒരൊറ്റ അമ്മ, ആ അമ്മയുടെ നിശ്ചയദാർഢ്യമാണ് ഈ ഭാരതത്തിനെ നിലനിർത്തിയത്. കാരണം തൻ്റെ മകൻ രാജാവിൻ്റെ പുത്രനോ കൊട്ടാരത്തിൽ ജനിച്ച പുത്രനോ ഒന്നും ആയിരുന്നില്ല. ഒരു സാധാരണ സൈനികന്റെ മകൻ മാത്രമായിരുന്നു ശിവാജി മഹാരാജാവ്. ആ ശിവാജി മഹാരാജാവിനെ നീ ഭാരതത്തെ രക്ഷിക്കണം, നീ ഭാരതത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്ന ഒരൊറ്റ അമ്മ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളാരും ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇരിക്കില്ലായിരുന്നു. കാരണം ആ ഒരൊറ്റ ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഭാരതമെങ്കിലും നമുക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ അവശേഷിച്ചത്. അല്ലെങ്കിൽ നമ്മൾ എന്നോ ഇതൊക്കെ വല്ല ബംഗ്ലാദേശിന്റെയോ പാകിസ്ഥാന്റെയോ ഒക്കെ ഭാഗമായി അവശേഷിച്ചു പോകുമായിരുന്നു. അപ്പൊ ശിവജി മഹാരാജാവിനെ വന്ദിക്കുന്നതിന് മുമ്പ് ആദ്യം ആരെ വന്ദിക്കണം? ആ ജീജാഭായി എന്ന് പറയുന്ന ആ അമ്മയെ വന്ദിക്കണം. അപ്പോൾ ആ അമ്മ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഭാരതമുള്ളത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരെന്ന് പറയുന്നത് എനിക്ക് വിശ്വാസവും പ്രതീക്ഷയുമാണ്. നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ വല്ലാതെ പറ്റിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം വിലക്കയറ്റം എത്രമാത്രം രൂക്ഷമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത്. എത്രയും വിലക്കയറ്റമുള്ളൊരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ വേറൊന്നുമില്ല. കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഏറ്റവും അധികം വിലക്കയറ്റം നിൽക്കുന്ന സംസ്ഥാനമാണ്. ഭക്ഷ്യവിലക്കയറ്റം അങ്ങേയറ്റമാണ്. ആരാ ഭക്ഷ്യവകുപ്പ് മന്ത്രി? നമ്മുടെ MLA തന്നെയാണ് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, കേരളത്തിലെ ഓരോ വീടും അനുഭവിക്കുന്ന ആ ദുരിതത്തിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ MLA കൂടിയായിട്ടുള്ള മന്ത്രിയാണ്. ഇത് കൃത്യമായിട്ട് ആൾക്കാരോട് പറയുക. മന്ത്രിക്ക് 1 മാസം മുമ്പ് മാത്രമാണ് പല റൂട്ടിലും ബസ് ഓടിക്കണമെന്നുള്ള ചിന്ത വന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് റോഡിൽ കുഴിയടയ്ക്കണമെന്നുള്ള ബോധ്യം വന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടണമെന്ന് തോന്നിയത്. അപ്പോൾ 6 മാസം MLA ആയിട്ടിരിക്കുന്ന ഈ മന്ത്രിയെ അല്ലെങ്കിൽ MLA നമുക്ക് വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കുവാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ അമ്മമാർക്കും സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വീടുകളിൽ പോയിട്ട് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഈ റോഡ് എപ്പോഴാണ് പണി തുടങ്ങിയ? ഈ 4 വരിപ്പാത. ആ പോത്തങ്കോട് മംഗലാപുരം റോഡ് എപ്പോഴാണ് പണി തുടങ്ങിയത്? അതുപോലെ നിങ്ങളുടെ ഓരോ പ്രദേശത്തെയും റോഡുകളൊക്കെ എപ്പോഴാണ് നന്നാക്കാൻ തുടങ്ങിയത്? തെരഞ്ഞെടുപ്പിന്റെ 6-7 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആദ്യത്തെ 4-4.5 കൊല്ലം നമ്മൾ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് നടുവൊടിഞ്ഞ് യാത്ര ചെയ്തു.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റോഡെല്ലാം വീണ്ടും ഒലിച്ചു പോകും. വീണ്ടും 4.5 കൊല്ലം നമ്മൾ കഷ്ടപ്പെടണം. അപ്പോൾ 6 മാസം MLA വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില്, നമ്മുടെ കുടുംബ ബഡ്ജറ്റിന്റെ നടുവൊട്ടിച്ച മന്ത്രിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില്, കേരളത്തിൽ ഈ പറയുന്ന തലത്തിൽ വിലക്കയറ്റം ഏറ്റവും ദുസ്സഹമാക്കി വെച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില് ശബരിമലയിൽ കയറിയിട്ട് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ സ്വർണവും മുതലും കട്ടുകൊണ്ടുപോയ ഒരു സർക്കാരിന്റെ പ്രതിനിധിയെ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് മറ്റമ്മമാരോട് ചോദിക്കേണ്ടുന്നത്, മറ്റ് സഹോദരങ്ങളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ഇറങ്ങി പറഞ്ഞ കഴിഞ്ഞ ദിവസവും നമ്മുടെ സുരേഷ് ഗോപിജി ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചേനെ, മിസ്റ്റർ പിണറായി വിജയൻ എവിടെ എൻ്റെ അയ്യപ്പന്റെ സ്വർണം എന്ന് ചോദിച്ചേനെ. അതൊരു സ്ത്രീ ചോദിക്കുന്നതിന്റെ ശക്തി വേറെയാണ്. കാരണം ഒരു കണ്ണകി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മധുര സാമ്രാജ്യം തന്നെ, ഒരു മധുര നഗരം തന്നെ കരിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലൊരു കണ്ണകിയായിട്ട് നിയമസഭയിൽ ശോഭ ചേച്ചിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചേനെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഇറങ്ങി അത് പറഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങി അത് ചോദിച്ചാൽ, ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ മുതൽ വരുന്ന 10-12 ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ തെരുവീതികളിലും പോയിട്ട് ഇത് ചോദിക്കണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം വിലക്കയറ്റം കൂട്ടിവെച്ച മന്ത്രി, നമ്മുടെ നാടിനെ 6 മാസം മാത്രം ഓർമ്മ വന്ന MLA, നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ സർക്കാർ, ഇത് വളരെ കൃത്യമായി പറയണം. ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിച്ചു നോക്കണം. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നും പറഞ്ഞ് എവിടെയെങ്കിലും നടത്തിയാൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക? മദ്യത്തെക്കുറിച്ച് സംസാരിക്കുക അല്ലേ? മദ്യം മദ്യം മദ്യം. ഇപ്പോ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ, നമ്മുടെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ സ്കൂൾ ബാഗിൽ വരെ നമുക്ക് പേര് പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത സിന്തറ്റിക് ഡ്രഗ്സും ലഹരി പദാർത്ഥങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തിലാണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ചിന്തിക്കണം. ഈ നാടിന്റെ സംസ്കാരത്തിനെ നശിപ്പിക്കണം എന്ന് പറയുന്ന ചിന്തയോടുകൂടി ഒരു സർക്കാർ ഭരിച്ചത് കൊണ്ടാണ്. കാരണം എല്ലാ അരാജകവാദികളും, നിങ്ങൾക്കറിയാലോ, കുറെ താടിയും മുടിയൊക്കെ നടത്തി കുളിക്കുകയൊന്നും ചെയ്യാണ്ട് വഴിയിൽ കഞ്ചാവും വലിച്ചിങ്ങനെ നിൽക്കുന്നവനോട് ചെന്ന് ചോദിച്ചാൽ അവ എന്ത് പ്രസംഗിക്കും? വിപ്ലവം പ്രസംഗിക്കും. കാരണം എന്താണ്? ഇങ്ങനെ നടക്കുന്നവരെല്ലാവരും, അരാജകവാദികളെല്ലാം ഏത് പക്ഷത്താണെന്നാണ്? ഇടത് പക്ഷത്താണെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അമ്മമാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം തകർത്ത് കളഞ്ഞ ഒരു സർക്കാരാണിത്. 29 ബാറുകളിൽ നിന്ന് 1000-ലധികം ബാറുകളിലേക്ക് ഈ നാടിന്റെ മദ്യപാന ആസക്തിയെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ മറ്റാരാണ് ഇവിടെ സംസാരിക്കുക? നിങ്ങൾ അമ്മമാര് സംസാരിച്ചില്ലെങ്കിൽ വേറെ ആരാണ് സംസാരിക്കുക? അതുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി പറയണം, കേരളത്തിലെ മദ്യപാനം വർദ്ധിപ്പിച്ച സർക്കാർ, കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച സർക്കാർ, ശബരിമലയിൽ കയറി കൊള്ള നടത്തിയ സർക്കാർ, ഭക്ഷ്യവിലക്കയറ്റം നമ്മുടെ കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ നശിപ്പിച്ച സർക്കാർ, ഈ സർക്കാരിനെതിരായിട്ട് ഈ നാടിലെ പറയത്തക്ക ഒരു വികസനവും സാധ്യമാക്കാതെ, ഇപ്പൊ ഈ ഇരിക്കുന്നത് കൂടുതലും മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുടിവെള്ളം എത്തുന്നത് എന്ന് പല ഭാഗത്തു നിന്ന് ഞാൻ പോകുമ്പോൾ കേൾക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പുറത്തിറങ്ങി അമ്മമാരോട്, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട്. ഒപ്പം പയ്യൻ പാവമാണ്, ജയിച്ചു പൊക്കോട്ടെ എന്നും കൂടി ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് മാത്രം പറയുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.